പി.കെ. ശശിക്കൊപ്പം പാർട്ടി വിട്ട പ്രവർത്തകർ വീണ്ടും CPIM-ലേക്ക് തിരിച്ചെത്തി. DMF-ലേക്ക് പോയ പാർട്ടി പ്രവർത്തകരാണ് തിരിച്ചെത്തിയത്. ഇവർക്കൊപ്പം DMF-ൽ ചേർന്ന മുഴുവൻ പേരും CPIM-ൽ തിരിച്ചെത്തി. വിവരങ്ങളുമായി സന്തോഷ് സർലിംഗാണ് പാലക്കാട് നിന്ന് ചേരുന്നത്. സന്തോഷ്, പി.കെ. ശശിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഈ പി.കെ. ശശി പാർട്ടി പുറത്താക്കിയതിനു ശേഷം ഈ പാർട്ടിക്കുള്ളിൽ നിന്ന് പലരെയും സ്വന്തം പാർട്ടിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമമൊക്കെ നടത്തിയിരുന്നു. അങ്ങനെ പാലക്കാട് നഗരത്തിൽ തന്നെ പല നേതൃത്വത്തെയും പാലക്കാട് കൗൺസിലർ അടക്കം പലരെയും സ്വന്തം പാർട്ടിയിൽ എത്തിക്കാനുള്ള ശ്രമമൊക്കെ പി.കെ. ശശി നടത്തുകയും ചിലരെയൊക്കെ ഭാരവാഹികളാക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ അവരെല്ലാവരും തിരിച്ച് പാർട്ടിയിലേക്ക് മടങ്ങിയെത്തി. കഴിഞ്ഞ കുറെ ദിവസം 2 ദിവസം മുമ്പ് പാർട്ടിക്ക് മാപ്പപേക്ഷ നൽകി. ഇന്ന് ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ അതിനുശേഷം ജില്ലാ സെക്രട്ടറിയോട് നിരുപാധികം മടങ്ങി വരികയാണെന്ന് അറിയിക്കുകയും ചെയ്തു. അങ്ങനെ രാത്രിയോടുകൂടി തന്നെ ഇപ്പോൾ അല്പം മുമ്പ് അവർ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി ജില്ലാ സെക്രട്ടറിയെ കാണുകയും അവരുടെ ആവശ്യം അംഗീകരിക്കുകയും ചെയ്തു. DMF, അതായത് പി.കെ. ശശിയുടെ നേരത്തെ ഉണ്ടായിരുന്ന പാർട്ടിയുടെ പാലക്കാട് മണ്ഡലം സെക്രട്ടറി മുഹമ്മദ് റാസിഖ്, മണ്ഡലം പ്രസിഡന്റ് സെലീന ബീബി തുടങ്ങിയ അടക്കം 30ഓളം കുടുംബങ്ങളാണ് തിരിച്ചിപ്പോ പാർട്ടിയിലേക്ക് എത്തിയിരിക്കുന്നത്. അതുകൂടാതെ പാർട്ടി നേതൃത്വവുമായി കലഹിച്ചകന്നു കഴിഞ്ഞ കൗൺസിലർ അബ്ദുൽ ഷുക്കൂറും ഇപ്പോൾ പാർട്ടിയിൽ തിരിച്ച് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് മടങ്ങിയെത്തി. ജില്ലാ കമ്മിറ്റി ഓഫീസിന് വെച്ചാൽ മാധ്യമങ്ങളെയും കണ്ടു. കുടുംബത്തിലേക്ക് തിരിച്ചെത്തുന്നൊരു ഫീലിംഗ് ആണ് ഉള്ളതെന്നാണ് അവർ അറിയിച്ചത്. എന്തായാലും ഇത് പി.കെ. ശശി വിഭാഗത്തിന് പാലക്കാട് തന്നെ വലിയൊരു തിരിച്ചടിയാണ് ഇതുപോലെ ലഭിച്ചിരിക്കുന്നത്. കാരണം CMB-യിലേക്ക് പോകുമ്പോൾ വലിയൊരു നേതൃത്വം ഉണ്ടായിരുന്നു എന്നാണ് പി.കെ. ശശി അവകാശപ്പെട്ടത്. അതെല്ലാം തള്ളിയിരിക്കുന്നു. കൂടുതൽ നേതൃത്വം DMF-ന്റെ പല നേതാക്കളും തിരിച്ച് CPM-ലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അക്ഷയ്. ശരി, സന്തോഷ് സർലിംഗാണ് പാലക്കാട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.